കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിന്റെ വീട് ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു. സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്നും ധനസഹായം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നും വീണ ജോർജ് പറഞ്ഞു. സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്നും മകന് സ്ഥിരം ജോലി നൽകണമെന്ന ആവശ്യം മന്ത്രി അറിയിച്ചുവെന്നും ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പ്രതികരിച്ചു. രാവിലെ 7 മണിയോടെ ബിന്ദുവിന്റെ വീട്ടിലെത്തിയ ആരോഗ്യമന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അമ്മയുമായും ഭർത്താവ് വിശ്രുതനുമായും ദീർഘനേരം സംസാരിച്ചു. കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും സർക്കാർ പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാർ അവർക്ക് ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും. അത് എല്ലാ തലത്തിലും സർക്കാർ പൂർണ്ണമായിട്ട് ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അത് ഉണ്ടാകും. മന്ത്രി വീട്ടിലെത്തിയത് ആശ്വാസം പകരുന്നു. കുടുംബം ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ തീരുമാനം വേഗമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ബിന്ദുവിന്റെ ഭർത്താവ് പറഞ്ഞു. മകന് സ്ഥിരമായ ജോലി എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ജോലിയുടെ കാര്യം ഉറപ്പ് നൽകിയില്ല. അത് ആലോചിച്ചിട്ട് മന്ത്രിക്ക് മാത്രമേ പറയാൻ പറ്റത്തില്ല. അതിപ്പോൾ അവർ ആലോചിച്ച് മുഖ്യമന്ത്രിയായിട്ട് ആലോചിക്കണമല്ലോ. താൽക്കാലിക ജോലി വേണ്ട, നല്ലൊരു ജോലിയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാവും. ബിന്ദുവിന്റെ കുടുംബത്തിന് 1 ലക്ഷം രൂപയും ബിന്ദുവിന്റെ അമ്മയ്ക്ക് പ്രതിമാസം 5000 രൂപ ആജീവനാന്തം നൽകുമെന്നും ബിന്ദു ജോലി ചെയ്തിരുന്ന തലയോലപ്പറമ്പിലെ കടയുടമ ആനന്ദാക്ഷൻ പറഞ്ഞു. 1 ലക്ഷം രൂപ 2 ദിവസം ഞാൻ കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ആജീവനാന്തം എല്ലാ മാസവും 5000 രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും. മീഡിയ 1 കോട്ടയം.